ഇവരെ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കും. ആരെയാണ് പുറത്താക്കുക? വളരെ കൃത്യമായി ഈ വീഡിയോ ശ്രദ്ധിക്കാതെ പോകല്ലേ ചെറുപ്പക്കാരാ. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട റിസൾട്ട് എന്തായാലും കിട്ടിയിട്ടില്ലെങ്കിലും കഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കേണ്ടി വന്നാലും +1ൻ്റെ അലോട്ട്മെൻറ്റിന് നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു സ്കൂളിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളാൽ ഒരു പ്രശ്നം വരരുത്. നിങ്ങൾ തന്നെ ഒരു അബദ്ധം കൊണ്ടുപോയി ചെയ്യരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏത് കുട്ടികൾക്കാണ് സാർ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെടുക? ഏത് തരം കുട്ടികളെ? തെറ്റായ വിവരങ്ങൾ നൽകുന്ന വിദ്യാർത്ഥികളെയാണ് അലോട്ട്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കി വെക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ പഠിച്ച ഓരോ വിദ്യാർത്ഥികളും ഓരോ സ്കൂളുകളിലേക്ക് ചേക്കേറുമ്പോൾ ഓരോ കോഴ്സുകളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളിങ്ങനെ പുറത്ത് നിന്നുകൊണ്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. എന്ത് തെറ്റാണ് സാർ ഞാൻ ചെയ്തത്? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് അറിയോ നിങ്ങൾക്ക്? ഒരാൾ അപ്ലൈ ചെയ്തു. ഇന്ന് കൂടി എന്നെ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് അവന് തോന്നിയ മാതിരി കൊടുത്തു. പക്ഷേ സ്കൂളിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് അല്ല അവൻ കൊടുത്തത്. സ്കൂളിൽ നിന്ന് പറഞ്ഞ 2 ക്ലബ്ബുകളുണ്ട്, അതല്ല അവൻ കൊടുത്തത്. അവൻ എന്തോ ഒരു ക്ലബ്ബല്ലേ എന്തോ ടിക്കറ്റാണല്ലേ എന്ന് വിചാരിച്ചാൽ അവൻ തന്നെ സ്വയം ചെയ്തു. അതിന് ട്രയൽ വന്നിട്ട് അവൻ എന്ത് ചെയ്യണം? എഡിറ്റ് ചെയ്യണം. അതായത് തൻ്റെ കയ്യിലില്ലാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്തു? തെറ്റായ വിവരം നൽകി. അവനെ പുറത്താക്കിയിരിക്കും. 2, സർ ഞാൻ SPCക്ക് ചേർന്ന ഒരാളാണ്. ഞാൻ SPCയിൽ 10ാം ക്ലാസ് അവസാനം വരെ പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ SPCയുടെ സർട്ടിഫിക്കറ്റ് ഇല്ല. പക്ഷെ ഞാൻ പോയിട്ടുണ്ടല്ലോ, അത് സ്കൂളും ഉപ്പാക്കും ഉമ്മാക്കും സ്കൂളുകാർക്കും ഒക്കെ അറിയുന്നല്ലേ, അതുകൊണ്ട് ഞാൻ ടിക്കറ്റു. എൻ്റെ പൊന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തെളിവെന്ന് പറയുന്നത് നിൻ്റെ സർട്ടിഫിക്കറ്റാ. അത് കയ്യിലില്ലാതെ അല്ലെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അലോട്ട്മെൻറ്റ് 24-ാം തീയതി അല്ലേ, ജൂൺ 2-നല്ലേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്, അതിനുള്ളിൽ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് SPC ടിക്ക് ചെയ്യാൻ പോലും പറ്റൂല. കാരണം തെറ്റായ വിവരം നൽകരുത്. ട്രയൽ അതൊരു ട്രയൽ മാത്രമാണ്. പക്ഷേ ജൂൺ 1-ാം തീയതി ആകുമ്പോൾ ജൂൺ 2-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിൻ്റെ കയ്യിൽ SPCയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നിനക്ക് എത്രത്തോളമുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് തെറ്റായ വിവരങ്ങൾ നൽകരുത്. ഇത് കൃത്യമായി ശ്രദ്ധിക്കണം. ഇനി 3-ാമതായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പല ആൾക്കാരുടെയും പെർമനൻ്റ് അഡ്രസ്സ് ആധാർ കാർഡിലുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ആധാർ കാർഡിലോ റേഷൻ കാർഡിലോ ഒന്നുമില്ല, ജസ്റ്റ് താമസിക്കുകയാണ്. നാക്ടിവിറ്റി സർട്ടിഫിക്കറ്റ് പുതുക്കിയിട്ട് പോലും ഇല്ല. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നിങ്ങൾ SSLCക്ക് ഏത് അഡ്രസ്സാണോ കൊടുത്തത് ആ അഡ്രസ്സാണ് നമ്മുടെ ഗവൺമെൻറ് നോക്കുക എങ്കിലും ആധാർ കാർഡിലും ആ അഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങൾ നാക്ടിവിറ്റി എങ്കിലും കാണിക്കേണ്ടി വരും. ഓക്കെ, സോ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റേഷൻ കാർഡിൽ ഉണ്ടായാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അതായത് സ്ഥലം മാറിയ ആൾക്കാർ ഒരല്പം ക്രിട്ടിക്കലായി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നല്ലതാണ്. ഓക്കെ, സോ അത്തരം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പുറത്താക്കുമെന്ന് പറഞ്ഞാൽ പുറത്താക്കിയിരിക്കും. ഇനി 4-ാമതായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് രക്ഷിതാവ് വലിയൊരു ഘടകമാണ്. രക്ഷിതാവ് വലിയൊരു ഘടകമാണ്. അതായത് അലോട്ട്മെൻറ്റ് വന്നു, ജൂൺ 2-ാം തീയതി നിൻ്റെ അലോട്ട്മെൻറ്റ് വന്നു. പക്ഷേ ഉമ്മയും ബാപ്പയും ഗൾഫിലാണ് സാർ, എൻ്റെ വല്യുപ്പ നാട്ടിലുണ്ട്, വല്യുപ്പയാണ് എൻ്റെ കൂടെ അഡ്മിഷൻ എടുക്കാൻ വരുന്നത്. കയറ്റൂല മോനെ. രക്ഷിതാവ് നിർബന്ധമാണ്. രക്ഷിതാവ് അലോട്ട്മെൻറ്റിന് എന്താണ്? നിർബന്ധമാണ്. അതുകൊണ്ട് രക്ഷിതാവ് തന്നെ വരണം. അത് കൃത്യമായി കാണാം. ഇനി തിരിച്ച് രക്ഷിതാവ് നാട്ടിലുണ്ട്, പക്ഷേ മോൾ ഇവിടെ ഇല്ല, മോൾ ഉപ്പാൻ്റെ അടുത്തുള്ളത്, ഉമ്മ ഇവിടെ ഉണ്ട്, പറ്റൂല. കുട്ടിയും നിർബന്ധമാണ്. കുട്ടിയും കുട്ടീൻ്റെ കൂടെ രക്ഷിതാവ് നിർബന്ധമാണ്. രക്ഷിതാക്കൾ നിർബന്ധമില്ല. ഗാർഡിയൻ ഉമ്മയോ ഉപ്പയോ ആരോ ആവട്ടെ, രണ്ടിലൊരാൾ നിർബന്ധമാണ്. അലോട്ട്മെൻറ്റ് സമയത്ത് അഡ്മിഷൻ്റെ സമയത്ത് അഡ്മിഷൻ എടുക്കാൻ ഇവരാവശ്യമാണ്. ഇവരില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഹെൽപ്പ് ഡെസ്കിലെ അധ്യാപകൻ പറയും, എൻ്റെ ജോലി പോകാൻ എനിക്ക് കഴിയില്ല, നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ കഴിയില്ല. എന്തിനാണ് നമ്മളായിട്ട് വിഡ്ഢിത്തങ്ങൾ ചെയ്തു വെക്കുന്നത്? ഒന്ന് സ്വയം ജാഗ്രത പാലിക്കേണ്ട സമയമാണ് അലോട്ട്മെൻറ്റ് സമയം. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷാ സമയത്തുണ്ടായിരുന്ന സീരിയസ്നെസ് രക്ഷിതാക്കൾക്കൊന്നും ഇല്ലപ്പോൾ, കുട്ടികൾക്ക് തീരെയില്ല. അതുകൊണ്ട് കൃത്യമായി ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ, ഇതിനെ വെറും ലാഘവത്തോടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുന്നത് പോലെ ഉണ്ടായിരുന്ന ടെൻഷനല്ല അലോട്ട്മെൻറ്റിന് സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴും അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നതൊക്കെ വലിയ ടെൻഷനാണ്. ആ ടെൻഷനിലേക്കൊന്നും പോകല്ലേ ചെറുപ്പക്കാരി. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അലോട്ട്മെൻറ്റ് തെറ്റൊന്നും കൊടുക്കല്ലേ. സാർ ഞാൻ തെറ്റിച്ചു എന്ന് പറയുന്ന ആൾക്കാർ പേടിക്കണ്ട.
നിൻ്റെ എല്ലാ തെറ്റലുകളും നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ശരിയാക്കി മാറ്റണം. ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത് മെയ് 24-ാം തീയതിയാണ്. മെയ് 24-ാം തീയതി റിസൾട്ട് വന്ന ഉടനെ 1-2 ദിവസങ്ങളെ എഡിറ്റ് ചെയ്യാനുണ്ടാവുകയുള്ളൂ. കുറേ 5-6 ദിവസങ്ങൾ ഉണ്ടാവില്ല. പൊതുവേ മാക്സിമം 3 ദിവസം. ഇപ്പോൾ 24 വന്നു കഴിഞ്ഞാൽ 27-ന് 5 മണിക്കായിരിക്കും മിക്കവാറും പറയാം. 27-ാം തീയതി 5 മണിക്ക് ഈ സൈറ്റ് ക്ലോസ് ചെയ്യപ്പെടും, സൈറ്റ് ഓഫാക്കും. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പിന്നീട് കഴിയില്ല. അതുകൊണ്ട് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ളവരും എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒക്കെ എഡിറ്റ് ചെയ്ത് ഫൈനൽ സബ്മിഷൻ അടിക്കണം. ഇനി എഡിറ്റ് ചെയ്യാനില്ലെങ്കിലും എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിരിക്കും. അതും കുറേ ആൾക്കാർ തെറ്റിക്കാറുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, മറന്നു പോയല്ലേ? ഇനി ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, എല്ലാവരും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും അലോട്ട്മെൻറ്റിൽ നിന്ന് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വരില്ല. എന്താണ് സാർ ആ കാര്യം? അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതും കൂടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊന്നും ഇത് പകുതിയെ കാണുള്ളൂ വീഡിയോ. ഇതുവരെ കാണുന്ന ആൾക്കാർക്ക് അതുകൂടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് പകുതിയൊക്കെ കാണുന്ന ആൾക്കാർ ഇപ്പോഴേ പോയിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് കാണില്ല. അതാരുടേത്? വെയിറ്റ് ആൻഡ് സീ. അടുത്ത വീഡിയോ ഒക്കെ വെയിറ്റ് ചെയ്യൂ. സോ മറ്റൊരു കാര്യം, നിങ്ങൾ +1-ൽ സയൻസ് ആണോ എടുക്കുന്നത് എങ്കിൽ തീർച്ചയായും ഇതാ MS സൊല്യൂഷൻസിൻ്റെ സയൻസിൻ്റെ ഷുവർ A+ ബുക്ക് വാങ്ങാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ +1-ൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.